ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. അമ്മേ മാതാവേ നിൻ സുതനീശോയേ, എല്ലാം മറന്നു ഞങ്ങൾ ആരാധിക്കുന്നു. അമ്മേ മാതാവേ നിൻ സുതനീശോയേ, എല്ലാം മറന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. തിരുവോസ്തിരൂപനാം ഈശോയെ ഞങ്ങൾ തിരുമുൻപിൽ വന്നിതാ ആരാധിക്കുന്നു. തിരുവോസ്തിരൂപനാം ഈശോയെ ഞങ്ങൾ തിരുമുൻപിൽ വന്നിതാ ആരാധിക്കുന്നു. അമ്മേ മാതാവേ നിൻ സ്തുതനീശോയേ, എല്ലാം മറന്നു ഞങ്ങൾ ആരാധിക്കുന്നു. അമ്മേ മാതാവേ നിൻ സുതനീശോയേ, എല്ലാം മറന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയാ. നമുക്ക് ഈശോയെ ആരാധിക്കാം. അവിടുത്തെ നാമത്തിന് മഹത്വം നൽകാം. സ്വർഗത്തിലുള്ള എല്ലാ ദൂതന്മാരോടും മാലാഖമാരോടും ചേർന്ന് നമുക്ക് യേശുവിനെ സ്തുതിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. എല്ലാ വിശുദ്ധരോടും ചേർന്ന് നമുക്ക് നമ്മുടെ ഈശോയെ സ്തുതിക്കാം. നമുക്കൊന്നു ചേർന്ന് പാടാം. കൈകൾ വീശി ഈശോയ്ക്ക് നമുക്ക് സ്തുതികളും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാം. യേശുവിന്റെ സ്നേഹത്തിൽ നിറയുവാനുള്ള ഏറ്റവും നല്ല മാർഗം ദൈവത്തിന് സ്തുതികൾ അർപ്പിക്കുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി 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 നന്ദി. കർത്താവേ സ്തുതി ആരാധന, കർത്താവേ മഹത്വം, കർത്താവേ മഹത്വം. പരിശുദ്ധനായ ദൈവമേ സ്തുതിയും ആരാധനയും മഹത്വവും. പ്രൈസ് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശു യേശു യേശുവേ, യേശു യേശു യേശുവേ, യേശു യേശു യേശുവേ. ദുർബല കരങ്ങളെ ശക്തിപ്പെടുത്തുകയും ബലഹീനമായ കാൽമുട്ടുകളെ ഉറപ്പിക്കുകയും ചെയ്യുവിൻ. ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുവിൻ, ഭയപ്പെടേണ്ട, ധൈര്യം അവലംബിക്കുവിൻ. ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുവിൻ, ഭയപ്പെടേണ്ട, ധൈര്യം അവലംബിക്കുവിൻ. അപ്പോൾ അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും, ബധിരരുടെ ചെവി ഇനിയും അടഞ്ഞിരിക്കുകയില്ല. അപ്പോൾ മുഴന്തർ മാനിനെ പോലെ കുതിച്ചു ചാടും. മൂകന്റെ നാവ് സന്തോഷത്തിന്റെ ഗാനം ഉതിർക്കും. വരണ്ട ഭൂമിയിൽ ഉറവകൾ പൊട്ടിപ്പുറപ്പെടും. മരുഭൂമിയിലൂടെ നദികൾ ഒഴുകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം നമുക്ക് ഈശോയെ നോക്കാം. ദിവ്യകാരുണ്യമായിരിക്കുന്ന
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തെ നമുക്ക് കാണാം. നമ്മെ തന്നെ ഈശോയ്ക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും, നമ്മുടെ കണ്ണുനീർ, നമ്മുടെ അലച്ചിലുകൾ, നമ്മുടെ ദുഃഖം, നമ്മുടെ രോഗത്തിൻ്റെ ഭാരം എല്ലാം നമുക്ക് യേശുവിൽ അർപ്പിച്ച് ആരാധിച്ച് സ്തുതിച്ച് അവനെ നമുക്ക് മഹത്വപ്പെടുത്താം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധന സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് നമ്മുടെ അമ്മയെക്കുറിച്ച് അല്പം ചിന്തിക്കാം, ധ്യാനിക്കാം. പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് ഇങ്ങനെ വിചാരിക്കുക, നിങ്ങളുടെ ജനനത്തിന് മുമ്പ് നിങ്ങൾക്കൊരു അവസരം ലഭിക്കുകയാണ് നിങ്ങളുടെ അമ്മയെ തിരഞ്ഞെടുക്കുവാൻ, നിങ്ങളുടെ പെറ്റമ്മയെ തിരഞ്ഞെടുക്കുവാൻ. നമുക്കറിയാം, ഓരോ കുഞ്ഞും ജനിക്കുന്നത് ആദ്യം ദൈവത്തിൻ്റെ ഹൃദയത്തിലാണ്. പിന്നീടാണ് അവർ മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവാകുന്നത്. ഇങ്ങനെ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ജനിച്ച നിന്നോട് ദൈവം പറയുകയാണ്, നിനക്ക് നിന്റെ പെറ്റമ്മയെ തിരഞ്ഞെടുക്കാം. ഈ ലോകത്തിലുള്ള എല്ലാ സ്ത്രീകളെയും കാണിച്ചുകൊണ്ട് ദൈവം പറയുകയാണ്, നിനക്കിപ്പോൾ നിന്റെ അമ്മയെ തിരഞ്ഞെടുക്കാം. നിങ്ങൾ ആരെ തിരഞ്ഞെടുക്കുമായിരുന്നു നിങ്ങളുടെ അമ്മയായിട്ട്? നിങ്ങളുടെ സ്വന്തം അമ്മയെ നിങ്ങൾക്കറിയില്ല, മാതാവിനെ നിങ്ങൾക്കറിയില്ല. എന്നാൽ ദൈവം ഈ ലോകത്തിലുള്ള സകല സ്ത്രീകളെയും കാണിച്ചുകൊണ്ട് പറയുകയാണ്, ഇപ്പോൾ നിനക്ക് നിന്റെ അമ്മയെ തിരഞ്ഞെടുക്കാം. ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ ആ സ്ത്രീകളിൽ ഏറ്റവും നല്ല സ്ത്രീയെ തിരഞ്ഞെടുക്കുമായിരുന്നു. നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ താലോലിക്കുന്ന, നിങ്ങളെ കുറ്റം വിധിക്കാത്ത ഒരു സ്ത്രീയെ നിങ്ങളുടെ അമ്മയായി നിങ്ങൾ തിരഞ്ഞെടുക്കുമായിരുന്നു. നമ്മളാരും ഒരു സ്ത്രീ ഒരുപക്ഷെ എപ്പോഴും കുറ്റപ്പെടുത്തുകയും നമ്മളെ ശിക്ഷിക്കുകയും ചെയ്യുന്ന ഒരമ്മയെ നമ്മൾ ഒരിക്കലും തിരഞ്ഞെടുക്കില്ലായിരുന്നു. ഒരു കാര്യത്തിന് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നമ്മുടെ അമ്മയെ, നിങ്ങളുടെ പെറ്റമ്മയെ, എൻ്റെ പെറ്റമ്മയെ ദൈവമാണ് എനിക്ക് തിരഞ്ഞെടുത്ത് തന്നത്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഒരിക്കലും പരാജയപ്പെടുകയില്ല. അതായിരിക്കും ഏറ്റവും നല്ല തിരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അമ്മയാണ് ഏറ്റവും നല്ല അമ്മ. എന്നാൽ ദൈവത്തിന് ദൈവത്തിൻ്റെ അമ്മയെ തിരഞ്ഞെടുക്കാം. ഈശോ തൻ്റെ അമ്മയെ ഈശോയുടെ ജനനത്തിന് മുമ്പ് ഈശോ തിരഞ്ഞെടുത്തു. അവളുടെ പേരാണ് പരിശുദ്ധ കന്യകാമറിയം. അവൾ അമലോത്ഭവയാണ്. അവൾ മറ്റു സ്ത്രീകളെ പോലെ അവളെ നമുക്ക് ഉപമിക്കുവാൻ സാധിക്കുകയില്ല. കാരണം അവൾ സഹരക്ഷകയാണ്. വീണ്ടും അവൾ പരിശുദ്ധയാണ്. ഈശോയ്ക്ക് ഒരിക്കലും തെറ്റുപറ്റില്ല. ഈശോയുടെ ഏതു വിധത്തിലുള്ള എന്ത് കാര്യമാണെങ്കിലും ഈശോ തിരഞ്ഞെടുക്കുന്നത് അതൊരിക്കലും ഈശോയ്ക്ക് തെറ്റുപറ്റില്ല. കാരണം ഈശോ ദൈവമാണ്. ആ അമ്മയെ നമുക്ക് ഈശോ അമ്മയായി തന്നു. ആ അമ്മ നമ്മളോടൊപ്പം ഇവിടെ നമ്മളോടൊപ്പമുണ്ട്. ഈ അമ്മ ഇപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളായിരിക്കുന്നിടത്ത്, നിങ്ങളിരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് പരിശുദ്ധ അമ്മ ഇരിപ്പുണ്ട്.
ആ പരിശുദ്ധ അമ്മയോടൊപ്പമുള്ള നമ്മളുടെ ജീവിതം, അമ്മയുടെ കൈ പിടിച്ചുള്ള നമ്മളുടെ ജീവിതം നമ്മെ ഒരിക്കലും പരാജയത്തിലേക്ക് നയിക്കില്ല. അതെപ്പോഴും നമ്മെ വിജയത്തിലെത്തിക്കും. അതാണ് ആ അമ്മയുടെ മറ്റൊരു പ്രത്യേകത. പ്രിയമുള്ളവരെയും, ഞാൻ ജോലി ചെയ്യുന്നത് ആഫ്രിക്കയിലാണ്. ഞങ്ങളുടെ ഒരു ധ്യാന കേന്ദ്രത്തിൽ ഒരു ദിവസം ഒരു സഹോദരി വന്നു. എല്ലാ വർഷവും ഒക്ടോബർ മാസത്തിൽ മാതാവിൻ്റെ ഒരു ധ്യാനം നമ്മൾ നടത്തും. അപ്പോൾ ഈ സഹോദരി പ്രൊട്ടസ്റ്റൻ്റ് വിശ്വാസത്തിലുള്ളവളാണ്. പ്രൊട്ടസ്റ്റൻ്റ് സഭയിലാണ് അവൾ പ്രാർത്ഥിക്കുവാൻ പോകുന്നത്. അവളുടെ കൂട്ടുകാരിയാണ് നമ്മുടെ ധ്യാന സെൻറ്ററിലേക്ക് അവളെ കൊണ്ടുവന്നത്. അവൾ വന്നപ്പോൾ മാതാവിൻ്റെ ഗ്രോട്ടോയുടെ മുന്നിൽ എല്ലാവരും മുട്ടുകുത്തി കൊന്ത ചെല്ലുകയാണ്. ഇവൾക്കറിയില്ല എങ്ങനെയാണ് കൊന്ത ചെല്ലേണ്ടതെന്ന്. അവളുടെ കയ്യിലൊരു കൊന്തയില്ല. എന്നാൽ ആളുകളെല്ലാം കൊന്ത ചൊല്ലിക്കഴിഞ്ഞപ്പോൾ അവൾ മാതാവിൻ്റെ രൂപത്തിൻ്റെ മുമ്പിലേക്ക് വന്നു. അവൾ മാതാവിനോട് ഇങ്ങനെ പറഞ്ഞു: പരിശുദ്ധ അമ്മേ, എനിക്ക് നിന്നെ ഒരു പരിചയവുമില്ല. എൻ്റെ ചർച്ച് ഒരിക്കലും നിന്നെ പരിചയപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഇന്നൊരു വലിയ പ്രശ്നവുമായിട്ടാണ് ഞാൻ നിൻ്റെ മുമ്പിൽ വരുന്നത്. എൻ്റെ അമ്മ 17 വർഷമായിട്ട് മാനസിക രോഗിയാണ്. ഞാനിപ്പോൾ ഈ പള്ളിയിൽ നിൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ എൻ്റെ അമ്മ ഒരു റൂമിൽ, ഞാൻ അവളെ ചങ്ങലക്കിട്ടിരിക്കുകയാണ്. ഞാനും എൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ എൻ്റെ വീട്ടിൽ. ഞാൻ നിന്നെക്കുറിച്ച് കേട്ടിട്ടുണ്ട് പല കാര്യങ്ങളും. നീ ഈശോയോട് പറയണം എൻ്റെ ഈ കാര്യം. ഈ ആഴ്ചയിൽ എൻ്റെ അമ്മയെ സുഖപ്പെടുത്തുവാൻ നീ നിൻ്റെ സുതനോട് പറയണം. ഇതായിരുന്നു അവളുടെ പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, 1-ാം ദിവസം അവൾ ധ്യാനത്തിന് വന്നു. 2-ാം ദിവസം 3-ാം ദിവസവും അവളോടെ ഉണ്ടായിരുന്നു, ധ്യാനം കൂടുകയായിരുന്നു. 3-ാം ദിവസം ധ്യാനത്തിന് ശേഷം അവൾ വീട്ടിലേക്ക് തിരിച്ചുപോയി. അപ്പോൾ ഇവളുടെ അമ്മ മുറിയിൽ നിന്ന് ഇവളെ മുറിയിൽ നിന്ന് ഇങ്ങനെ വിളിക്കുകയാണ്: മോളെ, ഇന്ന് നീ എന്നെ ഒന്ന് തുറന്നുവിട്. ഞാൻ ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല. എനിക്ക് ഇന്ന് നിന്നോടൊപ്പം ഭക്ഷണം കഴിക്കണം. സാധാരണ ഈ അമ്മയെ തുറന്നു വിട്ടാൽ സംഭവിക്കുന്നത്, ഈ അമ്മ ഓടാൻ തുടങ്ങും. ആ ഗ്രാമം മുഴുവൻ ഓടും. ഈ അമ്മയെ പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ട് പിടിച്ച പണിയാണ്. എന്നാൽ അവൾ ഇങ്ങനെ ചിന്തിച്ചു: ഞാൻ ധ്യാനം കൂടുകയാണ്, ഞാൻ എൻ്റെ അമ്മയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്, അവൾ ഇതിനൊരു പരിഹാരമുണ്ടാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവളുടെ അമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്: എന്നെ ഒന്ന് തുറന്നുവിട്, ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല, എനിക്ക് നിന്നോടൊപ്പം ഇന്ന് ഭക്ഷണം കഴിക്കണം. പ്രിയപ്പെട്ടവരെയും, ഈ സഹോദരിയും അവളുടെ അമ്മയെ, ചങ്ങലയിലിട്ടിരിക്കുന്ന അമ്മയെ തുറന്ന് പുറത്തു കൊണ്ടുവന്നു. അന്ന് അമ്മ ഓടിയില്ല, അവൾ കൈ കഴുകി. 17 വർഷങ്ങൾക്ക് ശേഷം അവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു മേശയുടെ ചുറ്റുമിരുന്നു, ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇവളുടെ അമ്മ പറയുകയാണ്: നീ എവിടെയാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത്? എനിക്കും നിന്നോടൊപ്പം വരണം. പിറ്റേ ദിവസം അവൾ ഈ അമ്മയോടൊപ്പം ഞങ്ങളുടെ ധ്യാന സെൻറ്ററിലേക്ക് വന്നു. അന്ന് സാക്ഷ്യം എടുക്കുന്ന ദിവസമാണ്, ആളുകൾ സാക്ഷ്യം പറയുന്ന ദിവസമാണ്. ഇവൾ ഈ അമ്മയോടൊപ്പം സ്റ്റേജിലേക്ക് കയറി വന്നു. എന്നിട്ട് ഇവൾ പറഞ്ഞ ആദ്യത്തെ വാക്കിതാണ്: ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം ആളുകളും കത്തോലിക്കരാണെന്ന് എനിക്കറിയാം. എന്നാൽ ഞാൻ ഒരു കത്തോലിക്ക വിശ്വാസിയല്ല, ഞാനൊരു പ്രൊട്ടസ്റ്റൻ്റ് വിശ്വാസിയാണ് എൻ്റെ അമ്മയും. പക്ഷേ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയുവാനുണ്ട്. പരിശുദ്ധ അമ്മ നിങ്ങളുടെ മാത്രം സ്വത്തല്ല. പരിശുദ്ധ അമ്മ നമ്മളുടെ എല്ലാവരുടെയും അമ്മയാണ്. പരിശുദ്ധ അമ്മ ലോകത്തിൻ്റെ അമ്മയാണ്. ഈ അമ്മയോടുള്ള മാധ്യസ്ഥം വഴിയാണ് എൻ്റെ അമ്മ, 17 വർഷമായി മാനസികരോഗിയായിരുന്ന എൻ്റെ അമ്മ ഇപ്പോൾ ഇവിടെ വന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി
ആ മകളുടെ അമ്മയുടെ മാനസിക അസുഖം മുഴുവനായും ഭേദപ്പെട്ടു എന്നുള്ളതാണ് ഈ സാക്ഷ്യം. ഇതുപോലെ ഒത്തിരി സാക്ഷ്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാൻ സാധിക്കും. ഇപ്പോൾ നാം നമ്മുടെ ഈശോയോടൊപ്പമായിരിക്കുമ്പോൾ നമ്മുടെ അമ്മയും ഇവിടെയുണ്ട്. ഈ അമ്മയെ, പരിശുദ്ധ കന്യകാമറിയത്തെ, പലപ്പോഴും നമ്മൾ വിളിക്കുവാൻ മറന്നു പോകാറുണ്ട്. എന്നാൽ ഇന്ന് ഈ രാത്രിയിൽ നമുക്ക് ഈ അമ്മയെ നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് വിളിക്കാം. നിങ്ങൾ വിളിച്ചാൽ തീർച്ചയായും അവൾ വരും. നാം അവളുടെ കൈ പിടിച്ചു നടന്നാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാവും. ഒരിക്കലും ഞാനും നീയും പരാജയം ജീവിതത്തിൽ ഒരിക്കലും അനുഭവിക്കുകയില്ല. നമുക്ക് ഈ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കാം. നമുക്കൊന്നു ചേർന്ന് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചെല്ലാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ഈശോയെ സ്തുതിക്കാം, ആരാധിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയെ സ്തുതിക്കുമ്പോൾ, ഈശോയെ ആരാധിക്കുമ്പോൾ, അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുമ്പോൾ സ്വർഗം ഭൂമിയിലേക്ക് വരും. അതാണ് ഈ പരിശുദ്ധ കുർബാന. പ്രിയപ്പെട്ടവരെ, പരമപരിശുദ്ധനായ ഈശോ ഇപ്പോൾ നമ്മോടൊപ്പം, ഇവിടെ ജീവിക്കുന്ന ദൈവം നമ്മോടൊപ്പമുണ്ട്. നമുക്കവനെ സ്തുതിച്ചാരാധിക്കാം. നമുക്ക് ഒരുമിച്ച് പാടാം, എന്നേശുനാഥന്റെ പാദത്തിങ്കൽ ഞാൻ. കൈകളടിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് യേശുവിനെ ആരാധിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആ നാമത്തിന് സർവമഹത്വം നമുക്ക് നൽകാം. യേശുനാഥന്റെ പാദത്തിങ്കൽ ഞാൻ ഇനി എന്നാളും ഈ മണ്ണിൽ ജീവിച്ചിടും. എന്തോരം ക്ലേശങ്ങൾ നേരിട്ടാലും ഞാൻ എൻ്റെ കർത്താവിൻ സ്നേഹത്തിൽ ആനന്ദിക്കും. ദൂരെ പോകുന്ന നിമിഷങ്ങളിൽ തേടിപ്പാഞ്ഞെത്തുമിടയനവൻ, ആരും കാണാതെ കരഞ്ഞിടുമ്പോൾ തോളിലേന്തിത്താൻ തഴുകിടുന്നു. സ്വർഗസിയോനിൽ നാഥനെ കാൺമതിനായി എൻ്റെ ആത്മാവ് ദാഹിച്ചു കാത്തിരിപ്പു. സ്വർഗസിയോനിൽ നാഥനെ കാൺമതിനായി എൻ്റെ ആത്മാവ് ദാഹിച്ചു കാത്തിരിപ്പു. എന്നേശുനാഥന്റെ പാദത്തിങ്കൽ ഞാൻ ഇനി എന്നാളും ഈ മണ്ണിൽ ജീവിച്ചിടും. എന്തോരം ക്ലേശങ്ങൾ നേരിട്ടാലും ഞാൻ എൻ്റെ കർത്താവിൻ സ്നേഹത്തിൽ ആനന്ദിക്കും. എന്നേശുനാഥന്റെ പാദത്തിങ്കൽ ഞാൻ ഇനി എന്നാളും ഈ മണ്ണിൽ ജീവിച്ചിടും. എന്തോരം ക്ലേശങ്ങൾ നേരിട്ടാലും ഞാൻ എൻ്റെ കർത്താവിൻ സ്നേഹത്തിൽ ആനന്ദിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈകൾ വീശി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ദുഃഖങ്ങളും ഹല്ലേലൂയ, ഹല്ലേലൂയ എല്ലാം നമുക്ക് യേശുവിലേക്ക് ഉയർത്താം. നമുക്ക് പ്രാർത്ഥിക്കാം, സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, സ്തുതി, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിച്ചു.
അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. അന്ധകാരത്തിൽ നിന്നും മരണത്തിൻ്റെ നിഴലിൽ നിന്നും അവിടുന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. അവരുടെ ബന്ധനങ്ങൾ പൊട്ടിച്ചെറിഞ്ഞു. അവർ കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യമക്കൾക്കായി അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ. പ്രിയമുള്ളവരെ, ഒരു നിമിഷം നമുക്ക് നമ്മുടെ ഈശോയെ നമുക്ക് നോക്കാം. അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മോടൊപ്പമായിരിക്കുന്ന കർത്താവിനെ നമുക്ക് നോക്കാം. നമ്മുടെ എല്ലാ ദുഃഖങ്ങളും, രോഗങ്ങളും, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ച് ഈ മഹാമാരി വഴി അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും ഈശോയ്ക്ക് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ഒരു നിമിഷം ഓർത്ത് ഈശോയുടെ പാദത്തിങ്കൽ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയും നമുക്ക് ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മളോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ളവർ, നാം പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്ന സകലരെയും ഒരു നിമിഷം നമുക്ക് ഓർത്ത് അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആ നാമത്തെ നമുക്ക് വിളിക്കാം. യേശുനാമത്തെ വിളിക്കുമ്പോൾ സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. നമ്മുടെ എല്ലാ കെട്ടുകളും ആ നാമം പൊട്ടിക്കും. നമ്മുടെ എല്ലാ ബന്ധനങ്ങളും ആ നാമത്തിൽ പൊട്ടും. സാത്താൻ്റെ എല്ലാ കുതന്ത്രങ്ങളും തകരും. യേശുനാമത്തെ നമുക്ക് വിളിക്കാം. ഒരിക്കൽ കൂടി നമുക്ക് ഈശോയെ ആരാധിക്കാം. യേശു യേശു യേശു. കൈകൾ കൊട്ടി നമുക്ക് യേശുവിനെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യാം. യേശുനാമം നാം വിളിച്ചപേക്ഷിക്കുകയാണിപ്പോൾ. യേശു 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 യേശു. Call him Jesus, 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 Jesus. Jesus, Jesus, Jesus. യേശു 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 യേശു. ആബാ 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 ആബാ. ആത്മാവേ 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 ആത്മാവേ. യേശു യേശു യേശു. ഒരുമിച്ച് യേശു 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 യേശു.
യേശു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്കൊന്ന് ചേർന്ന് സ്തുതിക്കാം, ആരാധിക്കാം, യേശു നാമത്തെ വിളിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗികളായിരിക്കുന്ന എല്ലാവരും, നിങ്ങൾക്ക് എവിടെയാണോ വേദനയും ബുദ്ധിമുട്ടുമുള്ളത്, നിങ്ങളുടെ വലതുകരം അവിടെ വെച്ച് യേശു നാമത്തെ വിളിക്കുക. യേശുവേ, യേശുവേ, ഈശോ, 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 ഈശോ. കർത്താവേ, അങ്ങയുടെ വചനത്തിന്റെ ശക്തിയാൽ അങ്ങയുടെ മക്കളെ സുഖപ്പെടുത്തണമേ. യെരമ്യാ 17:14, കർത്താവേ എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സുഖപ്പെടും. കർത്താവേ എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. നീ മാത്രമാണ് എൻ്റെ പ്രത്യാശ, നീ മാത്രമാണ് എൻ്റെ പ്രത്യാശ, നീ മാത്രമാണ് എൻ്റെ പ്രത്യാശ. ഈശോയുടെ ആശീർവാദത്തിനായി നമുക്കൊരുങ്ങാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരെ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിയിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ, ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ, ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ.